എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റ് ആണ്. മൊത്തം 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ബൽറാം കുമാർ ഉപാധ്യായ IPS. ആണ് നിലവിലെ ജയിൽ വകുപ്പ് മേധാവി. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 2010. 2010 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് നിലവിൽ വന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം? 2010 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി 2014. 2014 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം. കേരള ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ ആദ്യ പ്രിൻസിപ്പാൾ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ജി രാമചന്ദ്രപിള്ളയാണ് കേരള ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ ആദ്യ പ്രിൻസിപ്പാൾ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 2015. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്ന വർഷം. ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ 3. ജയിൽ വകുപ്പിനെ 3 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. 1 സൗത്ത് സോൺ, 2 സെൻട്രൽ സോൺ, 3 നോർത്ത് സോൺ. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 4. കേരളത്തിൽ മൊത്തം 4 സെൻട്രൽ ജയിലുകളാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ. കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പൂജപ്പുരയാണ് കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ. കേരളത്തിലെ മൂന്നാമത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വിയ്യൂരാണ് കേരളത്തിലെ മൂന്നാമത്തെ സെൻട്രൽ ജയിൽ. കേരളത്തിലെ അവസാനത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തവനൂർ സെൻട്രൽ ജയിലാണ് കേരളത്തിലെ അവസാനത്തെ സെൻട്രൽ ജയിൽ. കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തവനൂർ സെൻട്രൽ ജയിലാണ് കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ. 1869 സ്ഥാപിതമായ കേരളത്തിലെ സെൻട്രൽ ജയിൽ ഏതാണ്? 1869 സ്ഥാപിതമായ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ സെൻട്രൽ ജയിലാണ് 1869 സ്ഥാപിതമായത്. 1886 സ്ഥാപിതമായ സെൻട്രൽ ജയിൽ ഏതാണ്?
1886 സ്ഥാപിതമായ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പൂജപ്പുര. പൂജപ്പുരയാണ് 1886 സ്ഥാപിതമായ സെൻട്രൽ ജയിൽ. വിയ്യൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായ വർഷം. വിയ്യൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ എ 1914. 1914 വിയ്യൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത്. 2022 സ്ഥാപിതമായ സെൻട്രൽ ജയിൽ ഏതാണ്? 2022 സ്ഥാപിതമായ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തവനൂർ സെൻട്രൽ ജയിൽ. തവനൂർ സെൻട്രൽ ജയിലാണ് 2022 സ്ഥാപിതമായ സെൻട്രൽ ജയിൽ. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ സ്ഥാപിതമായ വർഷം. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ എ 1861. 1861 കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ സ്ഥാപിതമായ വർഷം. കേരളത്തിലെ ജയിലുകളിൽ പഴക്കം ചെന്ന രണ്ടാമത്തെ ജയിൽ. കേരളത്തിലെ ജയിലുകളിൽ പഴക്കം ചെന്ന രണ്ടാമത്തെ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേരളത്തിലെ ജയിലുകളിൽ പഴക്കം ചെന്ന രണ്ടാമത്തെ ജയിൽ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സെൻട്രൽ ജയിൽ ഏതാണ്? ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ സാധിക്കുന്ന സെൻട്രൽ ജയിൽ ഏതാണ്? ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ സാധിക്കുന്ന സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പൂജപ്പുര. പൂജപ്പുരയാണ് ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ സാധിക്കുന്ന സെൻട്രൽ ജയിൽ. വിയ്യൂർ സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിയ്യൂർ സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. തവനൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തവനൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആദ്യമായി ആരംഭിച്ച ജയിൽ. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആദ്യമായി ആരംഭിച്ച ജയിൽ. ആൻസർ ഓപ്ഷൻ ബി പൂജപ്പുര. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആദ്യമായി ആരംഭിച്ച ജയിൽ. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആരംഭിച്ച വർഷം. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2011. 2011 ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. കേരളത്തിലെ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ ഏതാണ്? കേരളത്തിലെ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തവനൂർ. തവനൂരാണ് കേരളത്തിലെ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ. ജയിൽ നിർമ്മാണ ശില്പകലയെ അറിയപ്പെടുന്ന പേര്. ജയിൽ നിർമ്മാണ ശില്പകലയെ അറിയപ്പെടുന്ന പേര്. ആൻസർ പനോപ്റ്റിക്കോൺ മാതൃക. പനോപ്റ്റിക്കോൺ മാതൃകയാണ് ജയിൽ നിർമ്മാണ ശില്പകലയെ അറിയപ്പെടുന്നത്. കേരളത്തിലെ ജയിലുകളെ എത്രയായി തരംതിരിക്കാം? കേരളത്തിലെ ജയിലുകളെ എത്രയായി തരംതിരിക്കാം? ആൻസർ ഓപ്ഷൻ സി 5. കേരളത്തിലെ ജയിലുകളെ 5ആയി തരംതിരിക്കാം. കേരളത്തിൽ എത്ര സബ് ജയിലുകൾ ഉണ്ട്? കേരളത്തിൽ എത്ര സബ് ജയിലുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി 16. കേരളത്തിൽ 16 സബ് ജയിലുകളുണ്ട്. കേരളത്തിൽ എത്ര സ്പെഷ്യൽ ജയിലുകളുണ്ട്? കേരളത്തിൽ എത്ര സ്പെഷ്യൽ ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 16. കേരളത്തിൽ 16 സ്പെഷ്യൽ ജയിലുകളുണ്ട്.
കേരളത്തിൽ എത്ര ജില്ലാ ജയിലുകളുണ്ട്? കേരളത്തിൽ എത്ര ജില്ലാ ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 13. കേരളത്തിൽ 13 ജില്ലാ ജയിലുകളുണ്ട്. ജില്ലാ ജയിൽ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ജില്ലാ ജയിൽ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് ജില്ലാ ജയിൽ ഇല്ലാത്തത്. കേരളത്തിലെ ആദ്യ ജയിൽ ട്രെയിനിങ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ജയിൽ ട്രെയിനിങ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരളത്തിലെ ആദ്യ ജയിൽ ട്രെയിനിങ് സ്കൂൾ ആരംഭിച്ചത്. കേരള ജയിൽ ട്രെയിനിങ് സ്കൂൾ ആരംഭിച്ച വർഷം? കേരള ജയിൽ ട്രെയിനിങ് സ്കൂൾ ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1957. 1957 കേരള ജയിൽ ട്രെയിനിങ് സ്കൂൾ ആരംഭിച്ചത്. ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ പേര് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാക്കിയ വർഷം? ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ പേര് സിക്ക എന്നാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി 1988. 1988 ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ പേര് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാക്കിയത്. കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ട്? കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 3. കേരളത്തിൽ 3 തുറന്ന ജയിലുകളുണ്ട്. തുറന്ന ജയിലുകളെ പറയുന്ന മറ്റൊരു പേര്? തുറന്ന ജയിലുകളെ പറയുന്ന മറ്റൊരു പേര്? ആൻസർ ഓപ്ഷൻ എ പരിശീലന ജയില്. തുറന്ന ജയിലുകളെ പരിശീലന ജയിൽ എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ? ആൻസർ ഓപ്ഷൻ എ നെട്ടുകാൽ തേരി. നെട്ടുകാൽ തേരിയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ? കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ? ആൻസർ ഓപ്ഷൻ ബി ചീമേനി. ചീമേനിയാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ. കേരളത്തിലെ മൂന്നാമത്തെ തുറന്ന ജയിൽ? കേരളത്തിലെ മൂന്നാമത്തെ തുറന്ന ജയിൽ? ആൻസർ ഓപ്ഷൻ ഡി പൂജപ്പുര. പൂജപ്പുരയാണ് കേരളത്തിലെ മൂന്നാമത്തെ തുറന്ന ജയിൽ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് നെട്ടുകാൽ തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് നെട്ടുകാൽ തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് നെട്ടുകാൽ തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ചീമേനി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ചീമേനി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. വനിതകൾക്ക് മാത്രമുള്ള ഏക തുറന്ന ജയിൽ ഏതാണ്? വനിതകൾക്ക് മാത്രമുള്ള ഏക തുറന്ന ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പൂജപ്പുര. പൂജപ്പുരയാണ് വനിതകൾക്ക് മാത്രമുള്ള ഏക തുറന്ന ജയിൽ. കേരളത്തിൽ എത്ര വനിതാ ജയിലുകളുണ്ട്? കേരളത്തിൽ എത്ര വനിതാ ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 3. കേരളത്തിൽ ആകെ 3 വനിതാ ജയിലുകളാണുള്ളത്. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ? കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥാപിതമായ വർഷം? കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥാപിതമായ വർഷം? ആൻസർ 1990. 1990 കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥാപിതമായത്. സബ് ജയിലിൽ താമസിക്കുന്നത് എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരാണ്? സബ് ജയിലിൽ താമസിക്കുന്നത്
എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരാണ്? ആൻസർ ഓപ്ഷൻ എ 1 മാസം. 1 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരാണ് സബ് ജയിലിൽ താമസിക്കുന്നത്. സ്പെഷ്യൽ സബ് ജയിലിൽ താമസിപ്പിക്കുന്നത് എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ്? സ്പെഷ്യൽ സബ് ജയിലിൽ താമസിപ്പിക്കുന്നത് എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ്? ആൻസർ ഓപ്ഷൻ സി 3 മാസം. 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ് സ്പെഷ്യൽ സബ് ജയിലിൽ താമസിപ്പിക്കുന്നത്. ജില്ലാ ജയിലിൽ താമസിപ്പിക്കുന്നത് എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ്? ജില്ലാ ജയിലിൽ താമസിപ്പിക്കുന്നത് എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 6 മാസം. 6 മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ് ജില്ലാ ജയിലിൽ താമസിപ്പിക്കുന്നത്. സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കുന്നത് എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ്? സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കുന്നത് എത്ര മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 6 മാസത്തിൽ കൂടുതൽ. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയാണ് സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കുന്നത്. കേരളത്തിൽ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളുണ്ട്? കേരളത്തിൽ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 1. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിലിൻ്റെ എണ്ണം 1. കേരളത്തിൽ എത്ര ബോർസ്റ്റൽ സ്കൂളുകളുണ്ട്? കേരളത്തിൽ എത്ര ബോർസ്റ്റൽ സ്കൂളുകളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 1. കേരളത്തിൽ ഒരു ബോർസ്റ്റൽ സ്കൂളാണ് ഉള്ളത്. 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള കൗമാരപ്രായക്കാരായ തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള കൗമാരപ്രായക്കാരായ തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബോർസ്റ്റൽ സ്കൂൾ. ബോർസ്റ്റൽ സ്കൂളാണ് 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള കൗമാരപ്രായക്കാരായ തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. കേരളത്തിലെ ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തൃക്കാക്കര. തൃക്കാക്കരയിലാണ് കേരളത്തിലെ ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. തുടക്കത്തിൽ ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത് കണ്ണൂർ ആയിരുന്നു. പിന്നീടത് തൃക്കാക്കരയിലാക്കി. കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതാണ്? കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിയ്യൂർ. വിയ്യൂരാണ് കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി ജയിൽ. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ മേൽ കുറ്റാരോപണം ഉണ്ട്. എന്നാൽ കുറ്റകൃത്യം ചെയ്തതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളെ നിരീക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ മേൽ കുറ്റാരോപണം ഉണ്ട്. എന്നാൽ കുറ്റകൃത്യം ചെയ്തതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾ നിരീക്ഷിക്കുന്ന സ്ഥലമാണ്. ആൻസർ ഓപ്ഷൻ എ ഒബ്സർവേഷൻ ഹോം. ഒബ്സർവേഷൻ ഹോമുകളിലാണ് 18 വയസ്സിൽ താഴെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കുട്ടികളെ നിരീക്ഷിക്കുന്ന സ്ഥലം. 18 വയസ്സിൽ താഴെയുള്ള കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ള കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്പെഷ്യൽ ഹോം. സ്പെഷ്യൽ ഹോമുകളിലാണ് 18 വയസ്സിൽ താഴെയുള്ള കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം. 16നും 18നും വയസ്സിനിടയിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം ഏതാണ്? 16നും 18ഉം വയസ്സിനിടയിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്ലേസ് ഓഫ് സേഫ്റ്റി. പ്ലേസ് ഓഫ് സേഫ്റ്റിയിലാണ് 16നും 18നും വയസ്സിനിടയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം.